നമസ്കാരം, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ജി ഡിയുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പം മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള എറർ സ്പോട്ടിംഗ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് കണ്ടാൽ വേഗത്തിൽ എങ്ങനെ എവിടെയാണ് എറർ എന്ന് മനസ്സിലാക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. First question നോക്കേ. The turble's legs have been elaborately carved. എന്താണ് ക്വസ്റ്റ്യൻ? The turble's legs have been elaborately carved. ഈ സെന്റൻസിൽ ഏത് പോർഷനിലാണ് എറർ? അപ്പം നമ്മൾ നോർമലി ഒരു സെന്റൻസ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിലെ സബ്ജക്റ്റും വെർബും കൃത്യമായിട്ട് എഗ്രി ചെയ്ത് നോക്കും. ഇവിടെ നോക്കുമ്പോൾ ടേബിൾസ് ലെഗ്സ് സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. നമ്മൾ എന്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഹാവ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ശരിക്കും എറർ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഒരു പോർഷനിലാണ് എറർ, ടേബിൾസ് ലെഗ്സിലാണ് എറർ. ഇനി ഈ എറർ എന്തുകൊണ്ടാണ് വന്നതെന്ന് പറയാം. നമ്മൾ ഒരിക്കലും നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാൻ പാടില്ല. ടേബിൾസ് ലെഗ്സ് എന്ന് പറയാൻ പാടില്ല. അതുപോലെ ചെയേഴ്സ് ലെഗ്സ് എന്ന് പറയാൻ പാടില്ല. എന്താണ്? ചെയേഴ്സ് ലെഗ്സ് എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ബുക്സ് പേജസ് എന്ന് പറയാൻ പാടില്ല. ബുക്സ് പേജ് അങ്ങനെ പറയാൻ പാടില്ല. നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത്തരം കേസിൽ, അതായത് ടേബിളിന്റെ ലെഗുകൾ എന്ന് നമുക്ക് പറയണം. അപ്പോൾ അത്തരം കേസുകളിൽ എങ്ങനെ ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിട്ട് പറയും എന്ന് ചോദിച്ചാൽ, ടേബിൾസ് ലെഗ്സ് എന്ന് യൂസ് ചെയ്ത് തെറ്റാണ്. ഇതിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് ലെഗ്സ് ഓഫ് ദി ടേബിൾ എന്ന് പറയാം. എന്ത് പറയാം? ലെഗ്സ് ഓഫ് ദി ടേബിൾ എന്ന് പറയാം. ഇനി ചെയേഴ്സ് ലെഗ്സ് എന്ന് പറയില്ല, ലെഗ്സ് ഓഫ് ദി ചെയർ എന്ന് പറയാം. അതുപോലെ തന്നെ ബുക്സ് പേജ് എന്ന് പറയില്ല, പേജ് ഓഫ് ദി ബുക്സ് എന്ന് പറയാം, ബുക്ക് എന്ന് പറയാം. മനസ്സിലായോ? നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാൻ പാടില്ല. ടേബിൾസ് ലെഗ്, ചെയേഴ്സ് ലെഗ് ആ യൂസേജ് എല്ലാം തെറ്റാണ്. ഇതിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെ പറയും ചോദിച്ചാൽ എങ്ങനെ പറയണം? ലെഗ്സ് ഓഫ് ദി ടേബിൾ, ലെഗ്സ് ഓഫ് ദി ചെയർ, അങ്ങനെ വേണം കറക്റ്റ് ആക്കി പറയാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ മാനേജർ put forward a number of criteria for the post. Error find ചെയ്യാനാണ്. The manager put forward a number of criteria for the post. എവിടെയാണ് എറർ? The manager put forward a number of criteria എന്ന് പറയില്ല. ഈ criteria എന്ന് പറയുന്ന യൂസേജ് തെറ്റാണ് കേട്ടോ. ക്രൈറ്റീരിയ എന്നുള്ളതാണ് പ്ലൂറൽ. ക്രൈറ്റീരിയ എന്നുള്ളതാണ് പ്ലൂറൽ. ഇനി ഇതിന്റെ സിംഗുലാർ എന്താണെന്ന് ചോദിച്ചാൽ ക്രൈറ്റീരിയോൺ. സിംഗുലാർ എന്താണ്? ക്രൈറ്റീരിയോൺ. ക്രൈറ്റീരിയ എന്നുള്ളത് പ്ലൂറലും ക്രൈറ്റീരിയോൺ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലാർ എന്നും പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഡേറ്റ എന്നുള്ളത് പ്ലൂറൽ ആണ് കേട്ടോ. ഡേറ്റ എന്ന് നമ്മൾ പറയുന്നത് പ്ലൂറൽ ആണ്. അതിന്റെ സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഡേറ്റം ആണ്. ഡേറ്റം ആണെന്ത്? സിംഗുലാർ. ക്രൈറ്റീരിയ എന്നുള്ളത് പ്ലൂറലും ക്രൈറ്റീരിയോൺ എന്നുള്ളത് സിംഗുലാറുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയാസ് എന്നല്ല വരേണ്ടത്, ക്രൈറ്റീരിയ. ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്? ക്രൈറ്റീരിയ എന്നാണ് വരേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. 2 യൂസേജസ് ഉണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേഗം എറർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂൾ മനസ്സിലാക്കിയിരുന്നാൽ ചെയ്യാൻ പറ്റും. ഒന്ന് ദാണ്ടെ എ നമ്പർ ഓഫിൻ്റെ യൂസേജും അതുപോലെ തന്നെ ദ നമ്പർ ഓഫിൻ്റെ യൂസേജും. ഓക്കെ, 2 എക്സാമ്പിൾ ഞാൻ എഴുതാം. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ വെയിറ്റിംഗ് ഹിയർ. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ വെയിറ്റിംഗ് ഹിയർ. ഒരു സെൻറ്റൻസ് ഞാൻ എഴുതി. then അടുത്തൊരു സെൻറ്റൻസ് ഞാൻ എഴുതുന്നു, the number of students is 50. the number of students
is 50. രണ്ട് സെന്റൻസ് ഞാൻ ബോർഡ് എഴുതിയല്ലോ. ഇനി എ നമ്പർ ഓഫിന് ശേഷവും അതുപോലെ തന്നെ ദ നമ്പർ ഓഫിന് ശേഷവും എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും ഇത് ഫോളോ ചെയ്ത് വരേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കണം. സോ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും ഫോളോ ചെയ്ത് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. ഇനി എ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ വെർബ് എന്താണ്? പ്ലൂറലും. ദ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ വെർബ് എന്താണ്? സിംഗുലാറുമാണ്. മനസ്സിലായോ? എ നമ്പർ ഓഫും ഉണ്ട്, ദ നമ്പർ ഓഫും ഉണ്ട്. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും സബ്ജക്റ്റ്, അതായത് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കി വെക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. ഇനി എ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ വെർബ് പ്ലൂറലും ദ നമ്പർ ഓഫിന് ശേഷമാണെങ്കിൽ വെർബ് സിംഗുലാറും ആയിരിക്കണം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്കേ, ദ മാനേജർ പുട്ട് ഫോർവേഡ് എ നമ്പർ ഓഫ് ക്രൈറ്റീരിയ. എ നമ്പർ ഓഫിന് ശേഷം വരേണ്ട സബ്ജക്റ്റ് എങ്ങനെ തന്നെയാ? പ്ലൂറൽ തന്നെയാ. അപ്പൊ ക്രൈറ്റീരിയസ് ആണോ വരേണ്ടത്? അല്ല, ക്രൈറ്റീരിയ എന്നാ വരേണ്ടത്. ക്ലിയർ ആയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ റൂള് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം. Okay, the number of vehicle plying on the roads of Delhi is more than that of on the roads of Bangalore. The number of vehicle plying on the roads of Delhi is more than that of on the roads of Bangalore. ഇതിൽ എറർ എവിടെയാ ഈ സെന്റൻസിൽ? ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ, ദ നമ്പർ ഓഫിന് ശേഷം അല്ലെങ്കിൽ എ നമ്പർ ഓഫിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. ദ നമ്പർ ഓഫ് വെഹിക്കിൾ എന്ന് പറയുമോ? ഇല്ല. ദ നമ്പർ ഓഫ് വെഹിക്കിൾസ്, ദ നമ്പർ ഓഫ് വെഹിക്കിൾസ്. ദ നമ്പർ ഓഫിന് ശേഷവും എ നമ്പർ ഓഫിന് ശേഷവും നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം. ദ നമ്പർ ഓഫ് വെഹിക്കിൾസ്. എറർ മനസ്സിലായോ? അപ്പൊ എറർ എവിടെയാണ്? ഈ പോർഷനിലാണ് എറർ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Little knowledge of medicine that he possessed proved to be a blessing for him when he was in great pain. ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റണമെങ്കിൽ വേർഡ്സിന്റെ ഡിഫറൻസ് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസേജ് അറിയണം. എവിടെയാണ് നമ്മൾ ലിറ്റിൽ യൂസ് ചെയ്യുക, എവിടെയാണ് നമ്മൾ എ ലിറ്റിൽ യൂസ് ചെയ്യുക, എവിടെയാണ് നമ്മൾ ദ ലിറ്റിൽ യൂസ് ചെയ്യുക. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ ഫ്യൂ യൂസ് ചെയ്യുക, എവിടെയാണ് എ ഫ്യൂ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് ദ ഫ്യൂവിൻ്റെ യൂസേജ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, അതുപോലെ തന്നെ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ലിറ്റിൽ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. ലിറ്റിൽ യൂസ് ചെയ്യുന്ന ഏത് നൗൺസിന്റെ കൂടെയാണ്? അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. ഫ്യൂ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺസിന്റെ കൂടെയാണ് നമ്മൾ ഫ്യൂ യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണാൻ പറ്റാത്ത നൗൺസ്, അത് അൺകൗണ്ടബിൾ നൗൺസ്, മിൽക്ക്, വാട്ടർ, ഇതൊക്കെ അൺകൗണ്ടബിൾ അല്ലേ, അതിന്റെ കൂടെയാണ് നമ്മൾ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കാം. ഇനി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം മീനിങ് സെയിം ആണോ? അതാണ് നോക്കുന്നത്. ലിറ്റിൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഈക്വലന്റ് ടു സീറോ, ഈക്വലന്റ് ടു സീറോ, ബട്ട് നോട്ട് ഈക്വൽ ടു സീറോ, ബട്ട് നോട്ട് ഈക്വൽ ടു സീറോ. സീറോയ്ക്ക് ഈക്വലന്റ് ആണ്, എന്നാൽ സീറോ ആണോ? അല്ല. ഈ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നെഗറ്റീവ് സെൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല, സീറോ അല്ല, പക്ഷേ സീറോയുടെ അടുത്താണ്. മനസ്സിലായോ? ഈക്വലന്റ് ടു സീറോ ബട്ട് നോട്ട് ഈക്വൽ ടു സീറോ. സീറോയ്ക്ക് ഈക്വലന്റ് ആണ്, പക്ഷെ സീറോ അല്ല. അത്തരം കേസുകളിലാണ് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എ ലിറ്റിൽ എന്ന് പറഞ്ഞാലോ, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ സം, കുറച്ചുണ്ട്, ബട്ട് നോട്ട് മച്ച്, ഒരുപാടില്ല. ഓക്കെ, സം ബട്ട് നോട്ട് മച്ച്, കുറച്ചുണ്ട് പക്ഷെ ഒരുപാടില്ല. അതാണ് എന്ത്? എ ലിറ്റിൽ.
ഇനി ദ ലിറ്റിൽ എന്ന് പറഞ്ഞാലോ, ദ ലിറ്റിൽ ഓൾ ദാറ്റ് ഈസ് അവൈലബിൾ. കംപ്ലീറ്റ്ലി എല്ലാം അവൈലബിൾ ആണ്. ഓൾ ദാറ്റ് ഈസ് അവൈലബിൾ, അതാണ് എന്ത്, ദ ലിറ്റിൽ. അപ്പോൾ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ബട്ട് നോട്ട് ഈക്വൽ ടു 0. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ സം ബട്ട് നോട്ട് മച്ച്. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾ ദാറ്റ് ഈസ് അവൈലബിൾ. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഓക്കെ ആണല്ലോ. ഇനി മീനിങ് ഇതുപോലെ തന്നെ സെയിം ആണ് ഫ്യൂവിനും, എ ഫ്യൂവിനും, ദ ഫ്യൂവിനും. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു 0 ബട്ട് നോട്ട് ഈക്വൽ ടു 0. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ സം ബട്ട് നോട്ട് മച്ച്. ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഓൾ ദാറ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഇതൊക്കെ ആണല്ലോ. ഇനി നമുക്ക് സെന്റൻസിലോട്ട് പോവാം. എന്താണ് സെന്റൻസ്? എ ലിറ്റിൽ നോളജ് ഓഫ് മെഡിസിൻ ദാറ്റ് ഹി possessed proved to be a blessing for him when he was in great pain. അവന് എന്താണ് പറയുന്നത്? ലിറ്റിൽ നോളജ് ഓഫ് മെഡിസിൻ, ആ മെഡിസിനെ പറ്റി ഉണ്ടായിരുന്ന ചെറിയ അറിവ്, അതല്ലേ അവന് വേദന വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തത് ആണ്. അപ്പോൾ അവൻ മെഡിസിനെ പറ്റി അറിവില്ല എന്നുള്ള മീനിങ് ആണോ? ലിറ്റിലാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അവന് കുറച്ച് നോളജ് ഉണ്ടായിരുന്നു, അവന് ആ മെഡിസിനെ പറ്റിയുള്ള കുറച്ച് നോളജ് ഇല്ലേ. അപ്പം എ ലിറ്റിൽ എന്താണ് വരേണ്ടത്? എ ലിറ്റിൽ അല്ലേ ഇവിടെ വരേണ്ടത്. എ ലിറ്റിൽ നോളജ് ഓഫ് മെഡിസിൻ ദാറ്റ് ഹി possessed proved to be a blessing for him when he was in great pain. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുകൂടി ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിറ്റിൽ ആൻഡ് ക്ലിയർ ആവും. എവിടെ ലിറ്റിൽ ഉപയോഗിക്കണം, എവിടെ ദ ലിറ്റിൽ ഉപയോഗിക്കണം, എവിടെ എ ലിറ്റിൽ ഉപയോഗിക്കണം എന്ന്. ഓക്കെ, there was little milk in the refrigerator and she gave it to her crying son Noira. ലിറ്റിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞു. ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണ്, ആണല്ലോ. അപ്പോൾ ശരിക്കും റെഫ്രിജറേറ്ററിൽ കുറച്ച് മിൽക്ക് ഉള്ളത് കൊണ്ടല്ലേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയത്, ആണല്ലോ. അപ്പോ there was a little അല്ലേ, കുറച്ച് മിൽക്ക് അവിടെ ഇല്ലേ, ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? there was a little milk in the refrigerator and she gave it to her crying son. Okay, next question. He, you and I shall arrange everything and shall not ask them for help. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ എറർ സ്പോട്ട് ചെയ്യാൻ പറ്റും. പഠിക്കണേ. ഇവിടെ ഈ 3 സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഹി എന്ന് പറയുന്നത് എത്രാമത്തെ സബ്ജക്റ്റിനെ ആയിരിക്കും? 3rd സബ്ജക്റ്റിനെ ആയിരിക്കും നമ്മൾ ഹി എന്ന് പറയുന്നത്. 2nd സബ്ജക്റ്റ് ആയിരിക്കും യു. 1st സബ്ജക്റ്റ് ആയിരിക്കും ഐ. 1st സബ്ജക്റ്റ് ഐ, 2nd സബ്ജക്റ്റ് യു, 3rd സബ്ജക്റ്റ് ഹി. ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു സെന്റൻസിൽ 1st സബ്ജക്റ്റും 2nd സബ്ജക്റ്റും 3rd സബ്ജക്റ്റും ഒരുമിച്ച് വരുവാണെങ്കിൽ അവിടെ സബ്ജക്റ്റിന്റെ ഓർഡർ കീപ്പ് ചെയ്യേണ്ടത് 2, 3, 1 ഓർഡർ ആയിരിക്കും. ഒരു സബ്ജക്റ്റില് ഒരു സെന്റൻസിൽ 1st സബ്ജക്റ്റും 2nd സബ്ജക്റ്റും 3rd സബ്ജക്റ്റും ഒരുമിച്ച് വരുവാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏത് ഓർഡർ ആയിരിക്കണം? സബ്ജക്റ്റിന്റെ 2, 3, 1 ഓർഡർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് നമ്മുടെ 2nd സബ്ജക്റ്റിനെ യു, രണ്ടാമത് പറയേണ്ടത് നമ്മുടെ 3rd സബ്ജക്റ്റിനെ ഹി, മൂന്നാമത് പറയേണ്ടത് നമ്മുടെ 1st സബ്ജക്റ്റിനെ ആൻഡ് ഐ. അപ്പൊ ഇവിടെ ഹി, യു ആൻഡ് ഐ എന്നല്ല വരേണ്ടത്, എന്താ യു, ഹി ആൻഡ് ഐ എന്നാ വരേണ്ടത്. ഒരു സെന്റൻസിൽ 3 സബ്ജക്റ്റിനെ ഒരുമിച്ച് പറയുവാണെങ്കിൽ അവിടെ സബ്ജക്റ്റിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്? 2, 3, 1 ഓർഡർ ആയിരിക്കണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഐ, യു and he are guilty. I, you and he are guilty. ഇങ്ങനെയാണ് ഒരു സെന്റൻസ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു സെന്റൻസിൽ 3 സബ്ജക്റ്റ് ഒരുമിച്ച് വരുവാണെങ്കിൽ ആ സെന്റൻസിൽ 2, 3, 1 ഓർഡർ കീപ്പ് ചെയ്യണം എന്നാ. 2 എന്ന് പറഞ്ഞാൽ 2nd പേഴ്സൺ, 3 എന്ന് പറഞ്ഞാൽ 3rd പേഴ്സൺ, 1 എന്ന് പറഞ്ഞാൽ 1st പേഴ്സൺ. ഓക്കെ, ഇനി ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് റൂള് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കേ, ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി. ഇവിടെ ഞാൻ ആദ്യം 1st പേഴ്സൺ എഴുതി, ദെൻ ഞാൻ 2nd പേഴ്സൺ എഴുതി, ദെൻ അതിനുശേഷം ഞാൻ 3rd പേഴ്സൺ എഴുതി അല്ലേ. എന്നിട്ട് ഞാൻ പറയുന്നു ഇത് കറക്റ്റ് ആയി എന്ന്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്നു ഇത് കറക്റ്റ് ആയി. എന്തുകൊണ്ടാ? ഒരു സെന്റൻസിൽ നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ,
ഒരു സെന്റൻസിൽ നെഗറ്റീവ് മീനിങ്ങിലാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സബ്ജക്റ്റിന്റെ ഓർഡർ കീപ്പ് ചെയ്യേണ്ടത് 1, 2, 3 തന്നെയായിരിക്കും. നോർമലി ഫസ്റ്റ് പേഴ്സണെയും സെക്കൻഡ് പേഴ്സണെയും തേർഡ് പേഴ്സൺ ഇവരെ 3 പേരെയും കൂടി ഒരു സെന്റൻസിൽ പറയണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ 2, 3, 1 ഓർഡറാണ്. ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള മീനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ സെന്റൻസിന്റെ മീനിങ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ എപ്പോഴും സബ്ജക്റ്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നോർമലി 1, 2, 3 ആയിരിക്കണം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ദെൻ തേർഡ് പേഴ്സൺ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ പറയാൻ പറ്റും. ദ കമ്മിറ്റി കുഡ് നോട്ട് കം ടു എ ഫൈനൽ കൺക്ലൂഷൻ. പറയാൻ പറ്റുന്നുണ്ടോ? ദ കമ്മിറ്റി കുഡ് നോട്ട് കം ടു എ ഫൈനൽ കൺക്ലൂഷൻ. ഇവിടെ എറർ വരുന്നത് ഈ പോർഷനിലാണ്. എ ഫൈനൽ കൺക്ലൂഷൻ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞത്? ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓൾവേസ് ഫൈനൽ എന്നാണ്. ദെൻ പിന്നെ അതിൻ്റെ കൂടെ എന്ത് വേണ്ട? ഈ ഫൈനൽ എന്നുള്ള യൂസേജ് കൂടെ വേണ്ട. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാലേ ഫൈനൽ ആണ്. ദെൻ അതിന് തൊട്ട് മുന്നിൽ പിന്നെ ഈ ഫൈനൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. ഷീ വാസ് ഇൻ ദ കോർട്ട്യാർഡ് വെൻ ദ ബർഗ്ലേഴ്സ് entered into her house. എന്താണ് ക്വസ്റ്റ്യൻ? ഷീ വാസ് ഇൻ ദ കോർട്ട്യാർഡ് വെൻ ദ ബർഗ്ലേഴ്സ് entered into her house. ഇവിടെ എറർ എന്ന് പറഞ്ഞാൽ entered into എന്ന് പറയുന്ന യൂസേജ് തെറ്റാണ്. എങ്ങനെ വേണം പറയാൻ? entered കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? enter എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ നമ്മൾ into യൂസ് ചെയ്യാറില്ല. എങ്ങനെ കറക്റ്റായിട്ട് പറയാം? entered to her house എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എൻ്റർ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഇൻറ്റു യൂസ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ചെയ്ത് എങ്ങനെ പറയണം? എൻ്റർ ടു എ പറയൂ. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഇവർ എഗ്രിമെന്റിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എൻ്റേർഡ് ഇൻറ്റു എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദേ ആർ എൻ്റേർഡ് ഇൻറ്റു ആൻ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് എൻ്റേർഡ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഇൻറ്റു യൂസ് ചെയ്യാം. ഇനി എഗ്രിമെന്റിലല്ല എൻ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ എൻ്റർ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഇൻറ്റു യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. It is time you decide on your next course of action. It is time you decide on your next course of action. സെന്റൻസിലെ എറർ എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്യണം. ഇവിടെ എന്താ ഉള്ളത്? ഇറ്റ് ഈസ് ടൈമിന്റെ യൂസേജ് നമ്മൾ അറിയണം. എന്താണ്? ഇറ്റ് ഈസ് ടൈമിന്റെ യൂസേജ് അറിയണം. ഇറ്റ് ഈസ് ടൈമിനെ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഞാൻ രണ്ട് സെന്റൻസ് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് ടൈം ടു വർക്ക് ഹാർഡ്. ഫസ്റ്റ് സെന്റൻസ്. then ഒരു സെന്റൻസ് കൂടി ഞാൻ എഴുതാം. ഇറ്റ് ഈസ് ടൈം ഹി വർക്ക്ഡ് ഹാർഡ്. ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് ടൈം ടു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണിത്. ഇറ്റ് ഈസ് ടൈം ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത സമയമാണിത് അല്ലേ? ഇനി നമുക്ക് വേഗത്തിൽ ഇതിനകത്ത് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പഠിച്ചു വെക്കാം. ഇറ്റ് ഈസ് ടൈം ആണെങ്കിൽ ഇറ്റ് ഈസ് ടൈമിന് ശേഷം നോർമലി 2+V1 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. 2+ വെർബിന്റെ ആദ്യത്തെ ഫോം. ഇപ്പൊ വർക്ക് ആണെങ്കിൽ വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. V1, V2, V3 ഇങ്ങനെയല്ലേ? ഇറ്റ് ഈസ് ടൈമിന് ശേഷം നോർമലി യൂസ് ചെയ്യുന്നത് 2+V1 ഫോം ആയിരിക്കണം. ഇറ്റ് ഈസ് ടൈം ടു വർക്ക് ഹാർഡ്. ഇനി ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദെൻ അത് ഫോളോ ചെയ്ത് വരേണ്ടത് വെർബിന്റെ സെക്കൻഡ് ഫോം ആയിരിക്കണം, V2 ഫോം ആയിരിക്കണം. നോർമലി ഇറ്റ് ഈസ് ടൂവിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. ഇനി ഇറ്റ് ഈസ് ടൈമിന് ശേഷം നോർമലി യൂസ് ചെയ്യുന്നത് 2+V1 ഫോം ആയിരിക്കും. ഇനി ഇറ്റ് ഈസ് ടൈമിന് ശേഷം നിങ്ങൾ സബ്ജക്റ്റിനെ കണ്ടിട്ടുണ്ടോ? ദെൻ അത് ഫോളോ ചെയ്ത് വരേണ്ടത് V2 ഫോം ആയിരിക്കും. ഇറ്റ് ഈസ് ടൈം ഹി വർക്ക്ഡ് ഹാർഡ്. ഈ റൂൾ ഇപ്പൊ മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ടൈമിന് ശേഷം നോർമലി യൂസ് ചെയ്യേണ്ടത് 2+V1 ഫോമും, ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം യൂസ് ചെയ്യേണ്ടത് V2 ഫോമും. ഈ റൂൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കേ. ഇറ്റ് ഈസ് ടൈം അതുപോലെ തന്നെ ഉണ്ട്. തൊട്ടടുത്ത് എന്ത് വന്നു? ഒരു സബ്ജക്റ്റ് വന്നു.
നമ്മളിവിടെ പറഞ്ഞു ഇറ്റ് ഈസ് ടൈമിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദെൻ യൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ? ഡിസൈഡ് അല്ലേ? ഡിസൈഡ് ആണോ വേണ്ടത്? ഡിസൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ആണ്. ഡിസൈഡ്, ഡിസൈഡഡ്, ഡിസൈഡഡ്. അപ്പം ഡിസൈഡഡ് എന്നുള്ളതാണ് സെക്കൻഡ് ഫോം. ഇറ്റ് ഈസ് ടൈമിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദെൻ യൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് ഫോം ആണ്. സോ ഡിസൈഡ് വരില്ല, ഇവിടെ എന്താണ് വരേണ്ടത്? ഡിസൈഡഡ് ആണ് വരേണ്ടത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. She was angry on me because I had not invited her to party. ഇതിൽ എറർ എവിടെയാ? ഇവിടുത്തെ രണ്ട് യൂസേജുകളാണ് കേട്ടോ. നമുക്കൊരു പേഴ്സണോടാണ് ആംഗ്രി തോന്നിയെങ്കിൽ നമ്മൾ പറയുക ആംഗ്രി വിത്ത് ആണ്. ആംഗ്രി വിത്ത് സമ്മൺ ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും കാര്യത്തോടാണ് ദേഷ്യം തോന്നിയെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ആംഗ്രി അറ്റ് സംതിങ് ആണ്. കേട്ടോ, രണ്ട് യൂസേജസ് ആണ്. ഒരു പേഴ്സണോടാണെങ്കിൽ ആംഗ്രി വിത്തും എന്തെങ്കിലും കാര്യത്തോടാണെങ്കിൽ ആംഗ്രി അറ്റുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ദേഷ്യം തോന്നുന്നത് ആരോടാ? ഷീ വാസ് ആംഗ്രി ഓൺ മീ. പേഴ്സൺ അല്ലേ? അപ്പോൾ ഓൺ ആണോ വരേണ്ടത്? അല്ല. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു പേഴ്സണോടാണ് നമുക്ക് ദേഷ്യം തോന്നുന്നെങ്കിൽ ആംഗ്രിയുടെ കൂടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഇനി എന്തെങ്കിലും കാര്യത്തോടാണെങ്കിൽ അവിടെ ആംഗ്രിയുടെ കൂടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ അറ്റാണ്. ഇവിടെ പേഴ്സണോടല്ലേ, സോ ഇവിടെ വരേണ്ടത് ആംഗ്രി വിത്ത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു.